Stop looking at the mirror while squatting and deadlifting. ഈ ഒരു മിസ്റ്റേക്ക് മിക്ക ബിഗിനേഴ്സും എല്ലാം കമേഴ്ഷ്യൽ ജിംസിലും ചെയ്തു വരുന്നതാണ്. ഇത് അവരുടെ ടെക്നിക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നതെങ്കിലും ഇത് കാരണം അവരുടെ ടെക്നിക്ക് കൂടുതൽ വേഴ്സ് ആവുകയാണ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഡെഡ് ലിഫ്റ്റ്സിലും റൊമേനിയൻ ഡെഡ് ലിഫ്റ്റ്സിലും പല ആളുകളും സൈഡ് മിററിൽ നോക്കാൻ വേണ്ടി കഴുത്തൊക്കെ ഒരു സൈഡിലേക്ക് ചെരിച്ചു വെച്ചിട്ട് ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്നത് കാണാം, വിച്ച് ഇസ് സൂപ്പർ വിയേർഡ്. അതല്ലാതെ തന്നെ ചില ആളുകൾ അവരുടെ ബാക്ക് സ്ട്രെയിറ്റ് ആണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടി ഡെഡ് ലിഫ്റ്റ്സിന് തൊട്ട് മുമ്പായി ബാക്കൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുന്നത് കാണാം, വിച്ച് ഇസ് എക്സ്ട്രീംലി യൂസ്ലെസ് ആൻഡ് സ്റ്റ്യൂപ്പിഡ്. അതുപോലെ തന്നെ ഫ്രണ്ട് മിററിൽ നോക്കി സ്ക്വാട്സോ ഡെഡ് ലിഫ്റ്റ്സോ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് ഹൈപ്പർ എക്സ്റ്റൻഷൻ ഓഫ് ദ ബാക്ക്, വിച്ച് മൈറ്റ് ലീഡ് ടു വീക്ക് ബ്രേസ് ആൻഡ് ഇൻഎഫിഷ്യൻറ്റ് ഫോം ഇഫ് യു ആർ നോട്ട് ബിൽഡ് ഫോർ ഇറ്റ്. അതേപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങളുടെ ഹെഡ് പൊസിഷൻ നിങ്ങളൊരു കണ്ണാടിയിൽ നോക്കിയിട്ട് സ്ക്വാട്സോ ഡെഡ് ലിഫ്റ്റ്സോ ചെയ്യുമ്പോൾ ഇറ്റ്സ് നോട്ട് എ നാച്ചുറൽ പൊസിഷൻ ഫോർ മോസ്റ്റ് പീപ്പിൾ. ഇഫ് യു ഗോ ടു എ പവർ ലിഫ്റ്റിംഗ് ജിം, സ്ക്വാട്ട് റാക്കിന് മുന്നിലോ കോംബോ റാക്കിന് മുന്നിലോ ഡെഡ് ലിഫ്റ്റ് പ്ലാറ്റ്ഫോംസിൻ്റെ അടുത്തോ ഒന്നും കണ്ണാടി കാണില്ല. ബിക്കോസ് നമ്മുടെ ടെക്നിക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഒരു കണ്ണാടി നോക്കിയിട്ടല്ല. നമ്മൾ സ്ക്വാട്ട് ചെയ്യുമ്പോൾ ഡെപ്ത് ഹിറ്റ് ചെയ്യുന്നുണ്ടോ, നീസ് കേവിൻ ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ ബാക്ക് റൗണ്ട് ആവുന്നുണ്ടോ ഡെഡ് ലിഫ്റ്റ്സിൽ, അതേപോലെ തന്നെ ബാക്കിൻ്റെ ന്യൂട്രാലിറ്റി, നമ്മുടെ സ്ക്വാട്സിൻ്റെ സ്റ്റാൻസ് വിഡ്ത്ത്, ഇതെല്ലാം കണ്ണാടി നോക്കാതെയോ അല്ലെങ്കിൽ ഒരു ക്യാമറ നോക്കാതെയോ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കേണ്ടതാണ്. ആൻഡ് ആ ഫീലിംഗ് നമ്മൾ പ്രാക്ടീസിലൂടെ ബെറ്റർ ആക്കി എടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. പവർ ലിഫ്റ്റേഴ്സ് ഇതിൻ്റെ പ്രൊപ്രിയോസെപ്ഷൻ എന്ന് പറയും. സോ എപ്പോഴും കണ്ണാടി നോക്കി ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെ കോമ്പറ്റീഷനിൽ സ്ക്വാട്സും ഡെഡ് ലിഫ്റ്റ്സും ചെയ്യുമ്പോൾ ആരും നമുക്ക് മുന്നിൽ ഒരു കണ്ണാടിയൊന്നും വെച്ച് തരാൻ പോകുന്നില്ല. ആ സമയത്ത് നമ്മുടെ മുന്നിലുണ്ടാവുക ജഡ്ജസ്, ഒരുപാട് ഓഡിയൻസസ്, കുറേ ലൈറ്റ്സ്, പിന്നെ കുറച്ച് ക്യാമറാസൊക്കെയാണ്. ആ സമയത്ത് നമ്മൾ കോൺഫിഡൻസ് ഇല്ലാതെ ആവുകയോ ഇൻറ്റിമിഡേറ്റഡ് ആവുകയോ ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ടുകൂടെയാണ് ഇത് പറയുന്നത്. നൗ ഇഫ് യു ആർ സ്റ്റിൽ കൺസേൺഡ് അബൌട്ട് ഹൗ യു ലുക്ക് ഡ്യൂറിംഗ് യുവർ സെറ്റ്സ്, ഏറ്റവും നല്ല ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറയിലോ മറ്റോ നിങ്ങളുടെ സ്ക്വാട്സിൻ്റെയും ഡെഡ് ലിഫ്റ്റ്സിൻ്റെയും വീഡിയോ ഷൂട്ട് ചെയ്ത് ആ സെറ്റിന് ശേഷം വീഡിയോ റിവ്യൂ ചെയ്ത് ടെക്നിക്കൽ കറക്ഷൻസ് വരുത്തുക. ബട്ട് പവർ ലിഫ്റ്റിംഗ് ആണ് ഉദ്ദേശമെങ്കിൽ ഡെഫിനറ്റ്ലി സ്ക്വാട്സും ഡെഡ് ലിഫ്റ്റ്സും ചെയ്യുന്ന സമയത്ത് കണ്ണാടി നോക്കിയിട്ട് ഡെഡ് ലിഫ്റ്റ് ചെയ്യാതിരിക്കുക, കണ്ണാടി നോക്കി സ്ക്വാട്സ് ചെയ്യാതിരിക്കുക. പീസ്.